വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ പ്രതാപൻ സാറ് ശ്രമിച്ചത് തന്നെയാ. ഞാനത് പറഞ്ഞ ഇദ്ദേഹം വിശ്വസിക്കോ? സമാധാനമായിട്ടിരിക്കുമ്പോ പറയാം. കാല് അനക്കണ്ട, റെസ്റ്റ് എടുക്ക. അല്ല, എന്താ വേണ്ട? വിശാൽ സാറല്ലേ പറഞ്ഞത് റെസ്റ്റ് എടുക്കാൻ? അതിന് ഞാൻ അടുക്കളയിൽ പോയി കിടന്നോളാം. ഈ കാലും വെച്ച് നടക്കണ്ട, ഇവിടെ തന്നെ കിടന്നാ മതി. എന്ത് നല്ല മനസ്സാ സാറിന്റെ. പറയ് പാർവതി, ആരാ അപകടത്തിന്റെ പിന്നില്? അത് പ്രതാപൻ സാർ തന്നെ. ഞാനല്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം ഈ പറയുന്നത്. ഈ പെരുങ്കള്ളിയെ ഞാനിന്ന് കൊല്ലും. അങ്കിളിന് അതില് പങ്കില്ലെങ്കിലേ അങ്കിൾ അത് തെളിയിക്കാൻ വേണ്ടത്, അല്ലാതെ പാർവതിയുടെ മെക്കിട്ട് കയറല്ല ചെയ്യേണ്ടത്. നീ എന്തിനാ ഇതിലിടപെടുന്നേ? ഞാൻ ഇടപെടും. സത്യം പറയുന്നവരെ തല്ലി ഒതുക്കിയാലൊന്നും അങ്കിളിന്റെ രക്ഷയില്ല. കാരണം ഈ നിൽക്കുന്നവരാരും മണ്ടന്മാരല്ല. സ്വാമിജി, സത്യമായിട്ട് എനിക്കിതിൽ പങ്കില്ല. ബലമില്ലാത്ത കയറുപയോഗിച്ചുകൊണ്ടാ ഷാൻലിയർ പൊട്ടി വീണത്. പണിക്കാർക്ക് ആ കയറ് വാങ്ങിക്കൊടുത്തത് പ്രതാപൻ തന്നെയല്ലേ? ബലമില്ലാത്ത കയറാണെന്ന് പ്രതാപൻ അറിയില്ലായിരുന്നു. അത് ഞാൻ അങ്കിള് ബബ്ബ അടിക്കുന്ന കണ്ടില്ലേ? പാർവതി പറഞ്ഞത് സത്യം തന്നെയാ. ഷാൻലിയർ വീഴാൻ കാരണം അങ്കിള് തന്നെയാ. ഓ, അത്രയ്ക്ക് ഉറപ്പാണെങ്കിലേ എല്ലാരും കൂടെ എന്നെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നേക്ക്. ആറാം കൂടെ കണ്ടില്ലേ സ്വാമിജി, ഇതൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നറിയാതെ ഞാനും അമ്മയും രാധികയും ഒക്കെ ഈ വീട്ടിൽ കഴിയുക. ഇവിടെ നടക്കുന്ന ഉള്ളുകളിലൊക്കെ ചെകയാൻ നിന്നാൽ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. വിശാലിനെ ഓർത്ത എന്റെ പേടി മുഴുവനും. എന്റെ കുട്ടിയുടെ ജീവന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. അതിനുള്ള വഴി സ്വാമിജി പറഞ്ഞു തരണം. സർവജഗത്തിനും അമ്മയായ ജഗദീശ്വരിയുടെ തൃക്കരങ്ങളിൽ വിശാലിനെ സമർപ്പിക്കുക. വിശാലിന്റെ പ്രാണൻ ദേവി കാത്തോളൂ. ദേവിയോ? അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ട സ്വാമിജി? പൂജ ചെയ്ത് ശ്രീ പരമേശ്വരിയെ ഈ ഭവനത്തിലേക്ക് ആനയിക്കണം. ഓ, അതാണോ കാര്യം? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? അതോട് ചേച്ചിന്ന് പറഞ്ഞു. വിശാലിന്റെ ശവോടത്ത് നടത്തി ഇനി ഉറങ്ങുമെന്ന് ചേച്ചി പ്രതിജ്ഞ എടുത്തിട്ട് കാലം കുറച്ചായല്ലോ. വല്ലതും നടന്നോ? ഒടുവിൽ ക്ഷമ നശിച്ചപ്പോ ഞാൻ ഒരു നീക്കം നടത്തി. അതിലിപ്പോ എന്താ തെറ്റ്? ചേച്ചി പറ. എന്നെ നീ അറിയിച്ചില്ല, അറിയിച്ചോ? അതാ നീ ചെയ്ത തെറ്റ്. അതിനുള്ള കൂലിയാ ഞാൻ നിന്റെ കർണ കുറ്റിക്കിട്ട് തന്നത്. ഇതാദ്യ തവണയല്ല നിന്റെ ഈ എടുത്തുചാട്ടം, ആണോ? എന്റെ ചേച്ചി, എന്റെ പ്ലാനും ചീറ്റിപ്പോയി. ഞാൻ സമ്മതിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും അവസാന നിമിഷം ചീറ്റിപ്പോയില്ലേ? അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശാലിനെ ഞാൻ കൊല്ലാൻ നോക്കിയോണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതെന്താ ചേച്ചി മനസ്സിലാക്കാതെ? മനസ്സിലായില്ല. ഒരു ഈച്ച പോലും അറിയാതെയാ ഞാൻ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. വിശാലിനെ കൊല്ലാൻ ഇതിനു മുമ്പ് നമ്മൾ ശ്രമിച്ചപ്പോഴെല്ലാം ചേച്ചിക്കും എനിക്കും വിനയിക്കും അല്ലാതെ മറ്റാർക്കും അതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന നിമിഷം ആ പാർവതിയുടെ ഒരു എൻട്രി ഉണ്ട്. നമ്മുടെ പ്ലാൻ എല്ലാം പൊളിച്ചുകളയാനെ കൊണ്ട്. അവള് മാത്രം അതെല്ലാം എങ്ങനെ കൃത്യമായിട്ട് അറിയുന്നേ? എങ്ങനെ അറിയുന്നു? അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ ഞാൻ ഈ അറ്റംപ്റ്റ് നടത്തിയത് കൊണ്ടുണ്ടായ വലിയ ഗുണം.
വിശാൽ സാറ് ആ പിയാനോ വായിക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് ആരാ? എനിക്ക് കഴിയുമെന്ന് തോന്നില്ല അങ്കിളെ. എന്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. ശ്ശെ, ഇത് അത്രയ്ക്കൊന്നുമില്ലടാ. ഈ കൈ കൊണ്ട് കീബോർഡ് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ അപകടത്തിന് പിന്നിൽ അദ്ദേഹം തന്നെയാണ്. പ്രഭാതോദ്ധ്യത്പ്രഭാകര സുപ്രഭാം പ്രഭൂത പ്രമുദ്യുത പ്രമിതി പ്രദദ ഭുവന പ്രഭവ പ്രഭുഷ്ണാം പ്രണൗമി സതതം ക്ഷീഭാം ശ്രീയംബികാ. ഒരുക്കങ്ങൾ അതിവിശിഷ്ടമായിരിക്കുന്നല്ലോ. എല്ലാം പാർവതി തന്നെ ചെയ്തതാ. അവൾക്കൊരു കൈ സഹായത്തിന് ഗാർഗ്യം ഉണ്ടായിരുന്നു. പാർവതിയുടെ ഈശ്വരോ രക്ഷതോ. 5 കുടം വെള്ളം ഒരുക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെയല്ലല്ലോ, ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെക്കാനല്ലേ സ്വാമിജി പറഞ്ഞത്? ഞാൻ അവിടെ വെച്ചത്. ഇവിടെ കൊണ്ടുവയ്ക്കണോ? വേണ്ട, അവിടെ തന്നെയാ വേണ്ടത്. 5 കുടം വെള്ളം എന്തിനാണാവോ? ഒരു പൂജയ്ക്കും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. 5 കുടം ജലം, അതും 5 പുണ്യനദികൾ എന്നാണ് സങ്കല്പം. ഇവിടെ 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് 5 കുടം ജലത്തിൽ കുളിക്കണം. പഞ്ചതീർത്ഥ സ്നാനം എന്നാണ് പറയുക. 5 പുണ്യനദികളിൽ തീർത്ഥാടനം ചെയ്ത ഫലം പാർവതിക്ക് ലഭിക്കും. അല്ല, പാർവതി ഇനിയും കുളിക്കണോ? കുളിച്ചിട്ടാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. ദീപം തെളിയിച്ച് ദേവിയെ സ്തുതിച്ചാൽ ശ്രീ പരമേശ്വരി നേരിട്ട് എഴുന്നള്ളുമെന്നും ജഗദംബിക തന്നെ ഉപാസകയെ പഞ്ചതീർത്ഥ സ്നാനത്തിന് കൊണ്ടുപോകുമെന്നുമാണ് വിശ്വാസം. പിന്നെ ദേവിക്ക് അതല്ലേ പണി. ഇത്രയും ബുദ്ധിയില്ലാത്ത ഇയാളെയാണോ സ്വാമിജി എന്ന് വിളിച്ച് എല്ലാരും ബഹുമാനിക്കുന്നത്? ദേവി ഒന്ന് പാർവതിയെ കുളിപ്പിക്കും പോലും. ദേവി തന്നെ പാർവതിയെ കുളിപ്പിക്കുന്നോ? വിഘ്നേശ്വരനെ മനസ്സാ പ്രണമിച്ച് ഭദ്രദീപം തെളിയിച്ചോളൂ. ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ദേവീ സ്തുതി ചൊല്ലുക. അവള് സ്തുതിക്കേണ്ട താമസേ ഉള്ളൂ. ദേവി ഓടി വന്ന് അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. സ്വാമിജി പറയുന്ന കേട്ട എല്ലാരും ഭക്തിയോടെ നിൽക്കുന്ന കണ്ടില്ലേ ഈ വരദോഷികള്.
നിങ്ങളാരാ? ഞാൻ ആരായാലും പുറത്തേക്ക്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കാണുന്നില്ലേ? വെല്ലുപോലും അടിക്കാതെ കയറിങ്ങി വരും. മര്യാദയില്ലേ നിങ്ങക്ക്? പുറത്തേക്ക് നിൽക്ക്. പോവാനല്ലേ പറഞ്ഞേ? ഒരു നിമിഷം. ഇങ്ങോട്ട് വന്നോളൂ. ആരാ? ഞാൻ അപർണ. അപർണ. അപർണ എന്ന് പറയുമ്പോൾ പാർവതി, ശ്രീ പരമേശ്വരി. നക്ഷത്രം എന്താ? കൃതിക, കാർത്തിക. പാർവതി ദേവിയുടെ നക്ഷത്രവും കാർത്തിക തന്നെ. ഇവള് സാക്ഷാൽ ദേവിയാണെന്നാണോ സ്വാമിജി പറഞ്ഞു വരുന്നത്? ദേവി സ്തുതി കേട്ട് വന്നതാ ഞാൻ. ഈ ഒരുക്കങ്ങൾ കണ്ടു. ചെവിതല കേൾപ്പിക്കത്തില്ല ഈ അസത്ത്. ഒന്ന് നിർത്തുന്നുണ്ടോ? അതിന് ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ദേവിയെ സ്തുതിക്കുകയല്ലേ ചെയ്തുള്ളൂ. ഒരിടത്ത് ദേവീ സാന്നിധ്യം കണ്ടാലേ ദേവിയെ സ്തുതിക്കണം. പാറുവിന്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നതാ. ദേവി സാന്നിധ്യോ? ഈ വീട്ടിലോ? വേഷം കെട്ടി വന്നവളെ കണ്ടിട്ട് ദേവി എന്ന് വിശ്വസിക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഈ വീട്ടില്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പാറുവിന്റെ മുത്തശ്ശൻ എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ ലക്ഷണവും വന്ന സ്ത്രീയിലുണ്ട്. വേഷം കെട്ടലൊന്നുമല്ല. ഓ, എന്നാ പിന്നെ സകല ദൈവങ്ങളെ വിളിച്ചു വരുത്താൻ പറ നിന്റെ പാർവതിയോട്. അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാമല്ലോ. പാറു വിളിച്ചാലേ ദൈവങ്ങൾ വരും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദൈവങ്ങളെ കാണണമെങ്കില് പുണ്യം ചെയ്യണം. പാവങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ മുന്നില് ദൈവം വരില്ല. കേട്ടില്ലേ ചേച്ചി? ഇതൊക്കെ അവള് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വെറും തത്തയൊന്നുമല്ല, പാർവതിയുടെ ചാരന. ആ സംശയം എനിക്കുമുണ്ട് പ്രതാപ. പാർവതിക്ക് എല്ലാം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന അവളുടെ 6ാം ഇന്ദ്രിയം ഈ ജന്തുവാ. നമ്മള് പറയുന്നതെല്ലാം ഒളിച്ചു നിന്ന് കേട്ട് അവളുടെ കാതിൽ എത്തിച്ചു കൊടുക്കുന്നത് ഈ സാധനോ? അവിടെ കണ്ടത് ഇവിടെ പറയുന്ന സ്വഭാവം തത്തകൾക്കില്ല. ദീപലക്ഷണം ശുഭമാണ്. പാർവതിയുടെ പൂജയിൽ പരമേശ്വരി പ്രസാദിച്ചിരിക്കുന്നു എന്നർത്ഥം. ചേച്ചി സഹായിച്ചുകൊണ്ട് മാത്രം എനിക്കിത് ഇത്രയും ഭംഗിയായി ചെയ്യാൻ പറ്റിയത്. സ്വാമിജിയുടെയും അച്ഛമ്മയുടെയും അച്ഛന്റെയും ചെറിയമ്മയുടെയും ഒക്കെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവുമെന്നറിയാം. ചേച്ചിയും എന്നെ അനുഗ്രഹിക്കണം. വൈകാതെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ. സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ എന്നോ? പക്ഷേ അതിന് അയ്യോ ചേച്ചി, അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി നടത്തിയ പൂജ ഇതൊക്കെ. പക്ഷേ നൽകിയ അനുഗ്രഹം തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ പാർവതി. സൽസന്താനം തന്നെ പിറക്കട്ടെ. പ്രായമായ ഒരു സ്ത്രീയുണ്ട് ഇവിടെ, ഗോപിയേട്ടന്റെ അമ്മ. പാർവതിക്ക് വിശാലിൽ നിന്ന് സന്താന ഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വേഷം കെട്ടി വന്നവളല്ല, സാക്ഷാൽ ദേവി തന്നെയാ. അതുകൊണ്ട് അമ്മയ്ക്ക് ആകെയുള്ളൊരു കൊച്ചുമോനാ വിശാല്.
ആ കൊച്ചുമോനൊരു കുഞ്ഞ് ജനിക്കുന്നു എന്നറിയുമ്പോ ആ കിളവി അവളെ തലയിലെടുത്തു വെച്ച് നടക്കില്ലേ? ചേച്ചി, ഞാൻ അടുക്കളയിലേക്ക് പടി കടത്തിയവളെ ഈ വീട്ടിലെ മരുമകളായിട്ട് അമ്മ പ്രതിഷ്ഠിക്കും. പ്രഭാവതിയുടെ നെറുകയിൽ ചവിട്ടാൻ ഒരവസരം നോക്കി നടക്കുന്ന രാധിക വെറുതെ ഇരിക്കുമോ? അവൾ അമ്മയുടെ വലങ്കയായി നിന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. പറഞ്ഞു പേടിപ്പിക്കില്ലേ ചേച്ചി? നീ എന്തിനെ പേടിക്കുന്നത്? ഈ പ്രഭാവതിയെ തോൽപ്പിക്കാൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും കഴിയില്ല പ്രതാപ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. അതാ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന തന്ത്രം. എന്നുവെച്ചാ പാർവതിക്ക് കുഞ്ഞു പിറക്കണമെങ്കിൽ വിശാലിന് അവളോടൊരു ഇഷ്ടം തോന്നണ്ടേ? അവനിഷ്ടപ്പെടാൻ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുക്കും. ആ ഫസ്റ്റ് അനു ശ്രീലക്ഷ്മിയും ചേച്ചിയെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് പോയത്. പെട്ടെന്നൊരു പെൺകുട്ടിയെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട പ്രതാപ. അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആര്? ജാസ്മിൻ. ജാസ്മിന്? നമ്മുടെ വക്കീലിന്റെ മകൾ. അത് കൊള്ളാം ചേച്ചി. വിശാലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയുകയും ചെയ്യാം, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്യും. ചേച്ചി ആരെയും നോക്കുന്നത്? എടാ, പാർവതിയുടെ ആ തത്തേ. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വിശാലിനെ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വക്കീലെ, ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എവിടെയുള്ള കുട്ടിയാ? വക്കീലെ, വിശാലിന് ദേ ആ കുട്ടി മതി. എന്റെ മകളോ? നമുക്കൊരു ബിസിനസ് സംസാരിച്ചാലോ? ബിസിനസ്സോ? വിശാല് എന്റെ ഹസ്ബൻഡിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാ. വക്കീലിനറിയാലോ, കോടീശ്വരൻ. കോടീശ്വരൻ എന്നല്ല, ശതകോടീശ്വരൻ എന്ന് പറയണം. ഈ പെൺകുട്ടി അവന്റെ തലയിൽ കയറി ഇരിപ്പായാൽ വിശാലിന്റെ സ്വന്തം അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്യും. സ്വത്തുക്കൾ മുഴുവൻ ഗോപിയേട്ടൻ വിശാലിന്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്യും. വിശാലിന്റെ സ്വത്തുക്കൾ മുഴുവൻ വിശാലിന്റെ ഭാര്യയ്ക്ക് കിട്ടും. പക്ഷേ അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ വിശാലിനെ വളർത്തിയ ഈ ചേച്ചിക്കും മക്കൾക്കും. ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? അബദ്ധത്തിൽ തലയിലായ ഭാര്യയെ വിശാലിന് ഇഷ്ടമല്ല. ഡിവോഴ്സ് ചെയ്യാൻ അവൻ തയ്യാറാ. ഡിവോഴ്സ് ആയാൽ അവനെ വേറെ കല്യാണം കഴിപ്പിക്കണം. വേറെ കല്യാണം കഴിപ്പിച്ചാൽ അവന്റെ സ്വത്തുക്കൾ മുഴുവൻ ആ ഭാര്യയ്ക്ക് പോകും. അതിന് ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെ മകളെ കൊണ്ട് വിശാലിനെ വിവാഹം കഴിപ്പിക്കണം. അദ്ദേഹത്തിന് ആപത്ത് ഒഴിയുന്നേ ഇല്ലല്ലോ. തുടരെ തുടരെ ഇങ്ങനെ ഓരോന്നും. പാർവതി, ദൈവമേ, എങ്ങനെയാ ഞാനിത് ദൈവമ്മയോട് പറയാ? ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. കാരണമറിയാത്തൊരു ഭയം എന്റെ ഉള്ളിലും ഉണ്ടായി. പാർവതി മനക്കണ്ണിൽ കണ്ട കാഴ്ച എന്താണെന്ന് അവ്യക്തമായി ഞാൻ അറിയുന്നു. ദൈവമേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അദ്ദേഹം
അദ്ദേഹത്തിന് എനിക്കത് പറയാൻ കഴിയുന്നില്ല ദൈവമേ. ഒരിക്കലും കാണാൻ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാഴ്ചയത്. മോൾ പേടിക്കണ്ട, ദേവി മുന്നറിയിപ്പ് തന്നതല്ലേ. അങ്ങനൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മുൻകരുതൽ എടുക്കണമെന്ന്. കണ്ടത് മോള് പറയേ, എങ്കിലല്ലേ നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയും. എല്ലാവരും ചുറ്റിനും ഇരുന്ന് കരയാ. അപ്പോ ഒരു പെൺകുട്ടി വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് പൂ വെച്ചു. എന്താ ദൈവമേ അതിന്റെ അർത്ഥം? അതിനൊരർത്ഥമേ ഉള്ളൂ പാർവതി. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാരണം വിശാലിന് അപകടമുണ്ടാകുമെന്ന്. ഇനി എന്താ ദൈവമേ ചെയ്യാ? ഞാനിത് പറഞ്ഞ അദ്ദേഹം മാത്രമല്ല, ആരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ കള്ളം പറയുന്നതാണെന്ന് അവരൊക്കെ കരുതും. വിശാലിന് നേർക്ക് അപകടം വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയാറുള്ളത് തന്നെയാ. എനിക്കിപ്പോഴും മോളോട് അത് ശരിയാവില്ല പ്രഭാവതി. മൂന്ന് നാല് ചെറുപ്പക്കാരുള്ള വീടാ ഇത്. നല്ല പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞാലേ അത് ശരിയാവില്ല. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ലമ്മേ. പഠിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വാടക വീടെടുത്ത് താമസിക്കുന്ന ഇപ്പോഴത്തെ രീതി അതിവിടെ പറ്റില്ല. ഞാൻ കുറച്ചു പഴയ ആളാ, എന്റെ ചിന്താഗതിയും പഴയത് തന്നെ. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വക്കീല് ദുബൈയിലേക്ക് പോവുകയും ചെയ്തമ്മേ. ഇവളെ ഇവിടെ താമസിപ്പിച്ചില്ലെങ്കിൽ എന്റെ വില പോവുമേ. അതെ, ഏതെങ്കിലും നല്ല വിമൻസ് ഹോസ്റ്റൽ നോക്കി അവിടെ അങ്ങ് ചേർത്താ മതി. വക്കീലിനോട് ഞാൻ എന്തു പറയും ഗോപിയേട്ടാ? കാര്യം പറഞ്ഞ വക്കീലിന് മനസ്സിലാവില്ലേ? നിങ്ങൾക്കാർക്കൊട്ടും താല്പര്യമില്ലെങ്കിൽ ജാസ്മിനെ ഞാനിവിടെ താമസിപ്പിക്കുന്നില്ല. പക്ഷേ ജാസ്മിനെ ഹോസ്റ്റലിലേക്ക് അയക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞങ്ങൾ ഏതെങ്കിലും വാടക വീട് എടുത്തോളാം. അല്ല, ഈ ഞങ്ങളെന്ന് പറയുമ്പോ ജാസ്മിനെ തനിച്ചാക്കാൻ പറ്റില്ലല്ലോ മോനെ. അതുകൊണ്ട് ഞാനും പോവാം. അമ്മേ, അത് അമ്മ ഇവിടെ ഇല്ലെങ്കിൽ മോന് വിഷമാവൂന്നറിയാം. പക്ഷേ ഇതൊരു പെൺകുട്ടിയല്ലേ മോനെ. ഞാൻ നോക്കിക്കോളൂന്നുള്ള ധൈര്യത്തിലല്ലേ വക്കീല് പോയത്. വാ മോളെ. അയ്യോ വേണ്ട അച്ഛമ്മ വെറുതെ പേടിക്കുന്നതാ. ഇവരൊക്കെ നല്ല ആൾക്കാരല്ലേ, പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. അച്ഛമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ മോളെ, അച്ഛാ, അമ്മ വാടക വീട്ടിൽ താമസിച്ച അതിന്റെ കുറച്ചില് അച്ഛന് തന്നെയല്ലേ. അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് അച്ഛമ്മ പറഞ്ഞത്. അപ്പൊ അവളെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്ന് നിനക്ക് നിർബന്ധം. ആ വന്നിരിക്കുന്നതേ നിനക്കുള്ള വലിയൊരു പാരയാ, അതറിയോ നിനക്ക്? അവളെ ഇവിടെ താമസിപ്പിച്ചില്ലെങ്കിൽ അമ്മ ഇവിടുന്ന് പോവെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. അമ്മ പോയാ വിശാൽ സാറും പോവും. പോകുന്നവര് പോട്ടെ നിങ്ങൾ വെക്കണം. ഗാർഗി, എടി വിവരം കെട്ടവളെ, വിശാൽ ബ്രോ ഇവിടുന്ന് മാറി താമസിച്ചാലും നീ ബ്രോയുടെ ഭാര്യ തന്നെയാ. വിശാൽ ബ്രോ വേറെ വീട്ടില് താമസമാക്കിയെന്ന് വെച്ചേ നിങ്ങളുടെ ബന്ധം ഇല്ലാണ്ടാവൊന്നുമില്ല. പക്ഷെ അവൾ ഇവിടെ താമസിച്ചാലേ ബ്രോയുടെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോയേണ്ടി വരും. അമ്മ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോ അതിന്റെ അങ്ങേയറ്റം വരെ ചിന്തിക്കും. അതറിയോ നിനക്ക്? നിനക്കുള്ള പാര നീയായിട്ട് തന്നെ ഈ വീട്ടിൽ പ്രതിഷ്ഠിച്ചു. വിശാൽ സാർ ഇവിടുന്ന് പോയാ അച്ഛനും അച്ഛമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒക്കെ അത് വലിയ വിഷമാവില്ലേ? വരുന്നത് ഞാൻ അനുഭവിച്ചോളാം, അല്ലാതെ ഞാൻ എന്താ പറയാ ഗാർഗി? ഇനിയെങ്കിലും എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നത് നീ ഒന്ന് നിർത്തന്റെ പാർവതി.
നീ നിന്നെ കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത്. നിനക്കൊരു നഷ്ടം ഉണ്ടായാലേ അവരൊക്കെ സഹതപിക്കുമായിരിക്കും. പക്ഷെ അതിന് പരിഹാരം കാണാൻ അവർക്കാർക്കും കഴിയില്ല. നീ അതും കൂടി ഒന്ന് ആലോചിക്കണം. അതെ, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. കുറച്ചു ദിവസം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. ആ കുട്ടിക്ക് വേണ്ടി ഒരു റൂം ക്ലീൻ ചെയ്തു കൊടുക്കണം. ആ, പോയി ചെയ്തു കൊടുക്ക്. ഹ, മുറി വൃത്തിയാക്കി സപ്രമഞ്ചത്തെ കിടത്തി വെഞ്ചാമരം വീശി കൊടുക്ക്. അല്ലെങ്കിലും നിന്റെ ഗതി ഇത് തന്നെയാ. അടുക്കളക്കാരിയായ നിന്നെ അവളുടെ പേഴ്സണൽ ജോലിക്കാരിയാക്കി അമ്മ മാറ്റും. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കും. ഏത് മുറിയാ വൃത്തിയാക്കേണ്ടത്? ഗായത്രി അമ്മയുടെ മുറിയാ. ഗായത്രി അമ്മയുടെ മുറിയോ? ആ, പ്രഭാവതി അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഇതിനകത്ത് പുറത്തുള്ള ഒരാളെ താമസമാക്കിയ ഇവിടെ മറ്റുള്ളവരുടെ മനസ്സിൽ ഗായത്രി അമ്മയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നാവും അർത്ഥം. അത് ഞാൻ സമ്മതിക്കില്ല. മോനെ, മരിച്ചു പോയവർക്ക് ഈ വീട്ടിൽ മുറിയുണ്ട്. പക്ഷെ ഒരു ഗസ്റ്റിന് താമസിക്കാൻ ഒരു മുറിയും ഇല്ല ഇവിടെ. ഔട്ട് ഹൗസില് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ജാസ്മിനെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാനോ? എന്താ കുഴപ്പം? പാർവതി കുറെ ദിവസം അവിടെ താമസിച്ചല്ലേ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെയാണ് അവിടെ താമസിപ്പിക്കാറുള്ളത്. ഇവളെ താമസിപ്പിക്കാൻ ഒരു റൂം വേണം. അതല്ലേ അമ്മയുടെ ആവശ്യം? ഈ റൂമിൽ പറ്റില്ലെന്നല്ലേ അച്ഛമ്മ പറയുന്നത്? ഇവളെ എന്റെ റൂമിലാക്കിക്കോ, ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. മോന് ബുദ്ധിമുട്ടാവില്ലേ? കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഗാർഗി. ആ റൂമേ വിശാൽ ബ്രോയുടെ ലോഗോ. ആ റൂമില് കിടക്കാൻ ആരെയും ബ്രോ അനുവദിക്കത്തുമില്ല. ഇങ്ങതാ. പിന്നെ മറ്റൊരു റൂമിൽ പോയി വിശാൽ ബ്രോ കിടക്കാറുമില്ല. അവളെയും കൊണ്ട് അമ്മ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും അദ്ദേഹം സ്വന്തം മുറി അവക്ക് വിട്ടുകൊടുത്തത്. നിനക്കറിയോ, വിശാൽ ബ്രോ എന്തു പറഞ്ഞാലും അച്ഛമ്മ എതിർക്കില്ല. ജാസ്മിൻ ഗായത്രിയമ്മയുടെ മുറിയിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിശാൽ ബ്രോ പറഞ്ഞിരുന്നെങ്കിലേ അച്ഛമ്മ അതിന് സമ്മതിക്കുമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാതിരുന്നേ? ഈ മുറിയിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ലല്ലോ. ആ, പക്ഷേ നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഗായത്രിയമ്മയുടെ മുറിയില് ജാസ്മിനെ കിടത്താൻ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ? ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ സ്വന്തം റൂം ജാസ്മിന് കൊടുത്തിട്ട് വിശാൽ ബ്രോ ഗായത്രിയമ്മയുടെ റൂം എടുത്തത്. എന്നിട്ട് മനസ്സിലായില്ലേ? നിനക്കൊന്നും മനസ്സിലായില്ലേ? വിശാൽ ബ്രോയ്ക്ക് ഇപ്പൊ നിന്നെ ഇഷ്ടമാണെന്ന്. എന്തിനാ ഗാർഗി ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുന്നേ? എന്നെ വെറുതെ ഇങ്ങനെ കളിയാക്കല്ലേ. നിന്നെ ഞാൻ കളിയാക്കിയതൊന്നും അല്ല. എനിക്ക് തോന്നിയ കാര്യമാ ഞാൻ പറഞ്ഞത്. ജാസ്മിൻ വിശാൽ ബ്രോയോട് ഐ ലവ് യു എന്ന് പറയും, അത് ഉറപ്പാ. അപ്പോ എനിക്ക് എന്റെ പാർവതി ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ വെച്ച് ബ്രോ നിന്നെ വന്ന് കെട്ടിപ്പിടിക്കും. സത്യം, നീ നോക്കൂ. അമ്മയുടെ ഒരു മണമുണ്ട് ഇവിടെ. അമ്മ ഉടുക്കുന്ന സാരിയുടെയും കാച്ചി എണ്ണയുടെ ഒക്കെ മണം. പിന്നെ അമ്മ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഒരു ചൂടും. എല്ലാം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്.
ഉടനെ വരാന്ന് പറഞ്ഞ് പോയിട്ട് അമ്മ എന്നെ പറ്റിച്ചില്ലേ? അതിനുശേഷം അമ്മയിൽ നിന്നും ഞാൻ അകന്നു പോയത്. എന്തിനാ അമ്മ എന്നെ വിട്ടിട്ട് പോയത്? എന്നെ തനിച്ചാക്കി പോയ അമ്മയോട് എനിക്ക് പിന്നെ ദേഷ്യമായിരുന്നു. ആ ദേഷ്യ ഞാനിപ്പോ ആ പാർവതിയോട് കാണിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അമ്മ എന്നെ പറ്റിച്ചില്ലേ? അതുകൊണ്ടായിരിക്കും ആ പാർവതി എന്നോട് സ്നേഹം കാണിക്കുമ്പോഴും എനിക്ക് ദേഷ്യം വരുന്നത്. അതാണ് വിശാൽ സാറിന്റെ കുഴപ്പം. അതെ, ശരിയായ സ്നേഹം തിരിച്ചറിയാനുള്ള കഴിവ് വിശാൽ സാറിനില്ല. ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, വിശാൽ സാറിന്റെ അമ്മയുടെ കാര്യം. ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് പോയ വിശാൽ സാറിന്റെ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല എന്നത് വിശാൽ സാറിന്റെ വെറും തെറ്റിദ്ധാരണയാണ്. സാർ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം ഞാൻ പറയട്ടെ. വിശാൽ സാറിന്റെ അടുത്ത് ഇപ്പൊ ഒരാളുണ്ട്, തൊട്ടടുത്ത്. ആരാണെന്നറിയാമോ? വിശാൽ സാറേ. അത് ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നിന്നാരാ കൂട്ടിലാക്കിയത്? പ്രതാപൻ സാർ. അത് വിട്. വിശാൽ സാറിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? വിഷമമല്ല മണി, എന്റെ മനസ്സില് ഇപ്പൊ ഉള്ളത് വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നുമല്ല, കുറെ ചോദ്യങ്ങളാ. ചോദ്യങ്ങളോ? നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മയുണ്ടോ? എന്താ ഇപ്പൊ അമ്മയെ പറ്റി ചോദിക്കാൻ? വിശാൽ സാറിന്റെ അമ്മയെ ഓർമ്മ വന്നോ? എന്റെ അമ്മ എന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന ആ പാർവതി പറയുന്നത്. അതിലൊരു സത്യത്തിന്റെ അംശം പോലും ഇല്ലെന്ന് എനിക്കറിയാം. മരിച്ചാൽ തീർന്നു. ആത്മാവും മരണാനന്തര ജീവിതവും വെറും കെട്ടുകഥയാ. എന്നിട്ടും അവൾ അത് പറഞ്ഞപ്പോ അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അതൊന്നും കെട്ടുകഥയല്ല വിശാൽ സാറേ. സ്നേഹിച്ച് മതിവരാത്ത ആത്മാവ് ഉറ്റവരെ ചുറ്റിപ്പറ്റി നിൽക്കും. പാറുന്റെ മുത്തശ്ശൻ പറയുന്ന കേട്ടതാ. വിശാൽ സാറിന്റെ അമ്മ വിശാൽ സാറിന്റെ അടുത്തുണ്ടെന്ന് പാറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. പണ്ട് അമ്മ എനിക്ക് തന്ന വാക്ക് പാർവതി എങ്ങനെ അറിഞ്ഞു? അവൾ പറയുന്നത് സത്യം തന്നെയായിരിക്കും. ഷോക്കാകാതിരിക്കുക ചേച്ചി, ഇവള് ബുദ്ധിയുള്ള പെണ്ണല്ലേ. ജാസ്മിനെ നമ്മൾ ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ടുവന്ന എന്തിനാണ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ജാസ്മിനെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? നമ്മുടെ വിശാലിന് ചേരില്ലേ? പറയ്, വിശാലിന് പറ്റിയ കുട്ടിയല്ലേ? അറിയില്ല. പക്ഷേ വിശാലിന് ബോധിച്ചു. അവളുടെ മുഖത്തുനിന്ന് കണ്ണു മാറ്റാതെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. വിശാൽ ഒരു പെൺകുട്ടിയെ താല്പര്യത്തോടെ നോക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക മാത്രല്ലേ ചേച്ചി, അവളോട് ഒട്ടി ഒട്ടി നിൽക്കാനും വിശാൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കണ്ടില്ലായിരുന്നു? അല്ല, ആരായാലും ഒട്ടിയെന്ന് പോകുന്നേ. അത്രയ്ക്ക് നല്ല സൗന്ദര്യമില്ലേ അവക്ക്? സത്യം പറഞ്ഞ ജാസ്മിൻ ഇങ്ങോട്ട് വരുത്തുമ്പോ വിശാലിന് ബോധിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ആ പേടി മാറി.
ജാസ്മിനെ എനിക്ക് കെട്ടിച്ചേരും അമ്മേ എന്ന് പറഞ്ഞ് ചേച്ചിയോട് തന്നെ അവൻ ഒന്ന് പറയും. ചേച്ചി നോക്കിക്കോ. അതിനിവിടെ ഒരു മരണവും സംഭവിക്കും, ഒരടുക്കളക്കാരിയുടെ. ആരും പേടിക്കണ്ട. കാരണം ഈ വീട്ടിൽ ഒരു മരണം നടക്കരുതെന്ന എന്റെ ആഗ്രഹം. മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാ. മതി, നീ ആർക്കിട്ടാ താങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി. ജാസ്മിന് ചായ കൊണ്ട് കൊടുക്കടി, വേഗം.